ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നോൺ വെജ് കഴിക്കുന്നവരുടെ ഒരു ഫേവററ്റ് ഡിഷാണ് ബിരിയാണി അല്ലേ? അപ്പം നമുക്ക് ആ സ്വാദിഷ്ടമായ ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ഞാൻ ഇന്നിവിടെ 1 kg ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ഗരം മസാല കേട്ടോ, 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 നാരങ്ങയാണ് കേട്ടോ. ആ സെൻറ്ററിലെ നാരങ്ങയുടെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ഈ നാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കേർഡും കൂടെ ഒഴിക്കുക കേട്ടോ. കട്ട തൈരും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി മസാല പിടിക്കാനായിട്ട് നമുക്കിത് 1 hour ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അതിലാദ്യമായിട്ട് നമുക്ക് 8 സവാളയാണ് വേണ്ടത്. 8 സവാള നമുക്കിതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. സവാള സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലത് മാത്രം നന്നായി ഫ്രൈ ആവും, ചിലത് നന്നായിട്ട് ഫ്രൈ ആവത്തില്ല. അതിൽ 2 സവാള മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടത് 4 തക്കാളി, 4 പച്ചമുളക്, 1 വെളുത്തുള്ളി. ഒരു വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ വെളുത്തുള്ളി, പകുതി ഇഞ്ചി. ഇത്രയാണ് കേട്ടോ വേണ്ടത്. കാഷ്യൂ, മുന്തിരി എല്ലാം ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ മാഗ്നേറ്റ് ആയിട്ടുണ്ട്. 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പുതിനയില. ഞാൻ പറഞ്ഞില്ല 8 സവാളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് സോർട്ടായി വന്നതിന് ശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളകും കൂടി 4 മുളകും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോർട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സോർട്ട് ചെയ്ത് ഇത് ആ ഉള്ളിയുടെ കൂട്ടത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് സോർട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡ് ആവണം കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം. സോർട്ടായി വന്നതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന ടൈമിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയും ഞാനൊരു ഇച്ചിരി ജീരകവും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഇച്ചിരി ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ചാണ് കേട്ടോ ഞാൻ അടച്ച് വെച്ചത്. ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ദമ്മ് ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി ദമ്മിടാം. തവ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടും ദമ്മ് അടുക്കി പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ കറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കോട്ടിംഗ് ആയിട്ട് ഇടേണ്ടത് റൈസാണ് കേട്ടോ. റൈസ് വേവിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അല്പം നെയ്യ്, അതുപോലെ തന്നെ ഒരു 1/2 ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് റൈസ് ഇട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച ബസ്മതി റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് റൈസാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്.
ഞാനിന്നിവിടെ 12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 1 kg ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനനുസരിച്ച് ചിക്കനും കൂടി ബാലൻസ് ചെയ്യണം കേട്ടോ. റൈസ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ ഹോട്ടൽസിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 12 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മേടിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലത്തേക്ക് മേടിക്കുമ്പോൾ ഒരു ചിക്കന് 20 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മേടിക്കേണ്ടത്. ബിക്കോസ് നമ്മൾ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ അത് വേവാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുഞ്ഞു പീസസ് കട്ട് ചെയ്ത് മേടിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്കതിലേക്ക് വീണ്ടും 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത്, ഞാൻ നേരത്തെ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ പാലും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ. നമ്മൾ 2 സവാളയാണ് മാറ്റി ഫ്രൈ ചെയ്ത് വെച്ചത്. ആ ഫ്രൈ ചെയ്ത ഒനിയൻ നമുക്ക് അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ മുന്തിരിയും കൂടി നെയ്യിലിട്ട് സോർട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ദമ്മ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ ദമ്മിട്ട് കൊടുക്കാം. ഫസ്റ്റ് ചിക്കൻ ഇട്ടു, അതിനുശേഷം അതിൻ്റെ ബാക്കിയിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം നെയ്യ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച മഞ്ഞൾപ്പൊടി, ആ മിക്സ്ചർ ആഡ് ചെയ്തു. അതിനുശേഷം പുതിനയില മല്ലിയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും കൂടെ ഇട്ട് ഗാർലിഷ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്യാം. ദമ്മ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈദമാവ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈദ ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. പിന്നെ അതിന് മേലെ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ദം ചെയ്യാൻ വയ്ക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ വെരി ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബിരിയാണി റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതാ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു ബിരിയാണി വെക്കാമെന്ന് കരുതി ദം ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.